إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, വിനയമുള്ളവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഇല്ല എങ്കിൽ, ശ്രദ്ധയോടെയുള്ളൊരു ജീവിതമില്ല എങ്കിൽ, താളം തെറ്റിയ ഒരവസ്ഥയായിരിക്കും മുന്നോട്ടുള്ള ഗമനം ഉണ്ടാവുക. ഉദാഹരണമായി, ജീവിതത്തിലെ നിർണായക എക്സാമുകൾ നമ്മൾ എഴുതുമ്പോൾ അതിന് വേണ്ട രൂപത്തിൽ ഒരുങ്ങിയില്ല എങ്കിൽ പരാജയങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ പ്ലാനിങ്ങുകൾ തെറ്റിപ്പോകാറുണ്ട്. കച്ചവട രംഗത്തുള്ള വലിയ നഷ്ടങ്ങൾ, സാമ്പത്തിക രംഗത്തുള്ള വലിയ വീഴ്ചകൾ, ശാരീരികമായ രോഗങ്ങൾ,
ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദുനിയാവിലെ കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശാലമായ സമുദ്രത്തിലെ നമ്മുടെ കയ്യിലെ ചൂണ്ടുവിരൽ അതൊന്ന് അതിൽ മുക്കിപ്പൊക്കിയാൽ എത്രയാണോ നമ്മുടെ വിരലിൻ്റെ തലപ്പത്ത് അള്ളിപ്പിടിച്ച വെള്ളം, അതാണ് ദുനിയാവിലെ ജീവിതം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശാലമായ സമുദ്രമോ അത് പരലോകമാണ്. അപ്പം ഈ ചെറിയ ജീവിതത്തിൽ വരുന്ന ഇത്തരത്തിൽ അശ്രദ്ധകൾ വരുമ്പോൾ തന്നെ ജീവിതം താളം തെറ്റി ഒരുപക്ഷെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനേക്കാളും എത്രയോ കടുത്ത അപകടങ്ങളാണ് പരലോകത്ത് വിജയിക്കാനുള്ള നന്മകൾ സ്വരൂപിക്കുന്നതിൽ നമ്മൾ അശ്രദ്ധരായാൽ വരാനിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാത്തിരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. എന്നും യാത്ര ചെയ്തു പോകുന്ന ഹൈവേ റൂട്ടിലായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം. സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയാൽ ആക്സിഡൻ്റ് ഇല്ലാത്ത സമയമില്ല, കൊലപാതകങ്ങളില്ലാത്ത ദിവസമല്ല, ആത്മഹത്യകളില്ലാത്ത ദിനങ്ങളില്ല. അതിൽ ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ യുവാക്കളെന്നോ പക്ഷാന്തരമില്ല. കാത്തിരിക്കാൻ സമയമില്ല എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും സ്വാഭാവിക മരണങ്ങളായി അങ്ങനെ വേറെ ആയുസ് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എത്ര വയസ്സായി ഓരോരുത്തരും ആലോചിച്ചു കണി. ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. തീർത്താൽ തീരാത്ത സങ്കടവും വിലാപവുമായിരിക്കും കണ്ണടയുന്ന സമയത്ത് നന്മകളുടെ വിഷയത്തിൽ അപാകതകൾ വന്നു പോയാൽ നമുക്ക് ഉണ്ടാവാം. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ? ഇമാമുസുന്ന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇമാമുസുന്ന. അദ്ദേഹം ഒരിക്കലൊരു എഴുത്തുപലകയും എഴുത്തുകോലുമായിട്ടൊരു യാത്ര ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു ദീനി വിജ്ഞാന സദസ്സുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോകാന്ന് പറഞ്ഞത്. എഴുതാനുള്ള പലകുണ്ട്, പേനുണ്ട്. ആരായി പോണത്? അറിവിൻ്റെ സമുദ്രം. അറിവിൻ്റെ വിഷയത്തിൽ അഗാധമായ അറിവുള്ള വ്യക്തിയാണ്. ഇമാം സുന്ന എന്നാണ്, സുന്നത്തിൻ്റെ ഇമാം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കണ ആ വ്യക്തി അത്ഭുതത്തോടെ, ഷേഖേ നിങ്ങളെ പഠനം എപ്പോഴാണ് തീരാന്ന്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇലൽ മഖ്ബറ എന്ന് പറഞ്ഞത്, ഖബറിലേക്ക് എത്തുന്നത് വരെ. ആ സമയം വരെ മനുഷ്യൻ്റെ പഠനങ്ങളും അധ്വാനങ്ങളും ഫഅബ്ദു റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വിശദീകരണം കൊടുത്തത് മരണം എന്നാണ്. ആ മരണം വന്നെത്തുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തെ ഇബാദത്തുകൾ കൊണ്ട് നന്മകൾ കൊണ്ട് സമ്പന്നമാക്കണമെന്നാണ്. എന്തിനു വേണ്ടി? തീരാ നഷ്ടം കടന്നു വരാതിരിക്കാൻ. ഇപ്പം നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലെ കുറേ വിലാപങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. വിലപിക്കുക, കരഞ്ഞുകൊണ്ട് അട്ടഹസിക്കുക. ആ വിലാപങ്ങൾ പറയുന്നിടത്തൊക്കെ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? നന്മ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള വിലാപമാണ്, വേറൊന്നും പറയണില്ല. മരിക്കുമ്പോൾ വിലപിക്കുന്നുണ്ട്, ഖബറിന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴുള്ള വിലാപമുണ്ട്, പരലോകത്ത് വിചാരണ ചെയ്ത് കഴിഞ്ഞിട്ട് വിലാപമുണ്ട്, നരകം തീരുമാനിക്കപ്പെട്ടാൽ ഒരു വിലാപമുണ്ട്, നരകത്ത് കടന്ന കുറേ വിലാപങ്ങളാണ്. ഇവിടെയൊക്കെ പറയണത് എന്താ? നന്മ ചെയ്തിരുന്നെങ്കിൽ എന്നാ. കേട്ടോളിരായത്ത് വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിം. ആ സൂറത്തിന്റെ 44-ാമത്തെ ആയത്തിൽ എന്താ അല്ലാഹു പറയണേ? വഅൻദിരിന്നാസ യൗമ യഅതീഹിമുൽ അദാബ് ഫയഖൂലു അല്ലദീന ളലമൂ റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്. എടാ, മനുഷ്യർക്ക് ശിക്ഷ വരുന്ന ദിവസത്തെ പറ്റി നബി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഒരു വലിയ ശിക്ഷ വരാണ്ടല്ലോ, നരകാണ് ഉദ്ദേശം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കൂ. അക്രമം ചെയ്ത ആളുകൾ പറയണത് അതാണ് നമ്മളെ വിഷയം. റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്. റബ്ബേ,
ഒരടുത്ത അവധിയിലേക്ക് നീട്ടിത്തരുമോ? ഒറ്റ ചാൻസ്, ഓൺലി വൺ ചാൻസ്. റബ്ബിനോട് കെഞ്ചുകയാണ്. അത് ആ കെഞ്ചലിൻ്റെ പീക്ക് ലെവലാണ്. ആ ചോദ്യം എന്തിനാ നിങ്ങൾ? ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. നജിബ് ദഅവതക വനത്തബിഉർ റസൂൽ, നന്മകളുമായി കടന്നു വന്ന ദൂതന്മാരെ ഞങ്ങൾ പിൻപറ്റിക്കോളാം. അതിൻ്റെ അർത്ഥം എന്താ? നന്മ ചെയ്തോളാം. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. മനുഷ്യരിൽ ചില ആളുകൾ മരണം കണ്ടുമുട്ടുമ്പോൾ എന്താ പറയാ? തിരിച്ചു വിട്ടുതരുമോ? ഖാല റബ്ബിർജിഊൻ എന്നാണ്. ഈ വിലാപം നടത്തുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖാല റബ്ബിർജിഊൻ. എന്നിട്ട് എന്താ പറയാ? എന്തിനാ തിരിച്ചു വിടുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറേ സ്വാലിഹായ നന്മകളുണ്ടല്ലോ. എന്താ അവിടെ പറയണത്? നന്മ ചെയ്യാൻ. തീർന്നോ? ഇനി വിശുദ്ധ ഖുർആനിലെ മുനാഫിഖൂനിലെത്തിയാൽ കാണാം, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹ് തന്നതിൽ നിങ്ങൾ ചെലവഴിക്കടോ. കുറേ തന്നുകിടല്ലോ, പറമ്പായിട്ടും തോട്ടായിട്ടും തെങ്ങായിട്ടും സ്വർണ്ണായിട്ടും പൈസയായിട്ടൊക്കെ തന്നിട്ടില്ലേ? കൊടുക്ക് റബ്ബിൻ്റെ മാർഗത്തിൽ. അല്ലാഹ് പറയാ മുനാഫിക്കൂല്ലേ, കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാത്തോലെ മരിക്കണ സമയത്ത് പറയാ റബ്ബിർജിഊൻ. ഇതിൽ ഈ ആയത്തുകൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ് നടക്കുന്ന നിനക്കറിയോ? എങ്കിലിത് സംഭവിച്ചിരിക്കും. എന്നെ ഒന്നുകൂടി തിരിച്ചു വിട് എന്ന് പറയണ എന്തിനാണെന്നറിയങ്ങള് അല്ലേ? ഫഅസ്വദ്ദഖ, ഞാൻ സ്വതക്ക കൊടുത്തോളാന്ന് പറയണം. നീ തന്നതും ഞാൻ കൊടുത്തോളാം. അത്രമേൽ കനമുള്ള ദുഃഖമായിരിക്കും കൊടുക്കാത്തവർക്ക് ഉണ്ടാകുക എന്നല്ലേ എന്ന് മനസ്സിലാവണത്. മാത്രമല്ല വഅകും മിനസ് സ്വാലിഹീൻ, നന്മ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ. അവിടെ എന്താ പറയണേ? നന്മ ചെയ്തോളാം. പക്ഷെ ഇതിന്നൊക്കെ മാറിക്കണത് എന്ത് പറഞ്ഞിട്ടാ? ഇതൊക്കെ റബ്ബ് മനസ്സിലാക്കേണ്ട കൂട്ടരെ. അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എവിടെ കുഴപ്പമില്ലാത്തത്? ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മാറിന്നാലേ തിരമാല അടങ്ങിയിട്ട് മീൻ പിടിക്കൽ നടക്കൂല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താ? ബാദിറൂ ബിൽ അഅ്മാൽ എന്നാണ്. പ്രശ്നത്തിൻ്റെ കാലത്ത് നന്മയുമായി മുന്നേറിക്കും. പ്രശ്നവും പരിവട്ടം പറഞ്ഞ മൂലൊക്കെ കുത്തിരിക്കണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കുത്തിരുന്ന് എന്താ സംഭവിക്കുക? ഈ വിലാപങ്ങളിലൊക്കെ പെട്ടുപോകും. തീർന്നോ? ഇനി അൻആം സൂറത്തിലേക്ക് ചെന്നോ കടിങ്ങൾ. അവർ നരകത്തിൽ നിർത്തപ്പെട്ടിരുന്ന അവസരം നബിയങ്ങൾ കണ്ടിരുന്നു. അതായത് അധർമ്മകാരികൾ നരകത്തിൽ നിർത്തപ്പെട്ട അവസരം കണ്ടിരുന്നെങ്കിൽ അവർ പറയുകയാണ്, യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാത് റബ്ബനാ വനകൂന മിനൽ മുഅ്മിനീൻ. റബ്ബേ, ഞങ്ങൾ വിശ്വാസികളിൽപ്പെട്ട് നന്മ ചെയ്യുന്നവരായിക്കോളാം. അവിടെ എന്താ പറയണത്? വിലാപം നടത്തുന്ന ആളുകൾ പറയും നന്മ ചെയ്തോളാം. തീർന്നില്ല. അൻആമിൽ അടുത്ത വചനം, ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ്. അല്ലാഹനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ. അങ്ങനെ ലോകം ഉണ്ടാവുമോ? അതൊക്കെ ഉണ്ടാവുമായിരിക്കൂലേ? ഇങ്ങനെയൊക്കെ ഡൗട്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഹത്താ ഇദാ ജാഅത്ഹുമുസ്സാഅതു ബഗ്ത. ബഗ്ത എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് നടന്നു, സഡൻലി പെട്ടെന്ന് അവരിലേക്ക് അന്ത്യനാളാണ് വന്നെത്തുമ്പോൾ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫീഹാ. റബ്ബേ, വീഴ്ച വരുത്തിയ നന്മകൾ ഞങ്ങൾ ചെയ്തോളാം. അവിടെ എന്താ പറയണത്? നന്മ ചെയ്തോളാം. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം സൂറത്തു സജദ. വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോയാൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും. സുന്നത്ത് സ്വീകരിച്ച് 2 സൂറത്ത് ഓതിയ ഇമാമാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്താ പറയണത്? സജദയുടെ 12 എന്താ പറയണത്? കുറ്റവാളികളെ രക്ഷിതാവിൻ്റെ അടുക്കൽ തലകൾ കുത്തി നിൽക്കുന്ന സന്ദർഭം നബിയെ താങ്കൾ കണ്ടിരുന്ന. തലങ്ങനെ താത്തിയിട്ടേ താടിയിൽ ഇങ്ങനെ നെഞ്ചിലേക്ക് കുത്തി കിണ്ണം കെട്ട കള്ളന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുന്ന സമയം. ആ സമയത്ത് അവർ പറയാണ്, റബ്ബനാ അബ്സുർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ. റബ്ബേ, ഒന്നുകൂടി തിരിച്ചു മടക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്മ ചെയ്തോളാം. അവിടെ എന്താ പറയണത്? നന്മ ചെയ്തോളാം.
വീണ്ടും അല്ലാഹു പറയുന്നു വഹും യസ്തരിഖൂന ഫീഹാ. അടുത്ത അധ്യായം ഫാത്തിർ. നരകത്തിൽ അവരിങ്ങനെ പല്ലിളിച്ചവരായിരിക്കും. പല്ലിളിക്കണ രംഗം കണ്ടുകിണങ്ങള്. ഒരു പോത്തിനെ കാളനെ കറുത്ത് കഴിഞ്ഞാൽ അറവുശാലയിൽ ചെന്ന കാണാൻ അന്നറുത്ത മൃഗത്തിൻ്റെ മുഖത്തെ തോലുണ്ടല്ലോ, അത് കീച്ചിട്ട് ഒരു കോലും അങ്ങനെ കുത്തി നിർത്തിയ കാണാൻ പല്ലിളിച്ച് രക്തമൊഴുകി കണ്ണു തുറിച്ച് ഇങ്ങനെ കിടക്കണേ. അതിൻ്റെ ഭീകരാവസ്ഥയാണ് നരകത്തിൽ. വഹും യസ്തരിഖൂന ഫീഹാ. പല്ലിളിച്ചവരായി ചൂട് സഹിക്കാതെ അവർ നരകത്തിൽ ഇങ്ങനെ വെന്തുരുകുമ്പോൾ ഒരു പറയണ വാക്കെന്താ? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തിട്ട് തരുമോ? എന്തിനാണ്? നഅമൽ സ്വാലിഹാ, ഞങ്ങൾക്ക് നന്മ ചെയ്യാനാ. അവിടെ എന്താ പറയണത്? നന്മ ചെയ്തോളാം. തീർന്നില്ല. ഗൈറല്ലദീ കുന്നാ നഅമൽ, നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറേ നന്മകളുണ്ടല്ലോ. അതിൽ ഏതൊക്കെ പെടും? സുബൈ ജമാഅത്ത് പെടൂലേ? ജമാഅത്ത് നിസ്കാരങ്ങൾ പെടൂലേ? താൻ മറ്റുള്ളവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞ സമ്പത്ത് കൊടുത്തില്ലെങ്കിൽ അത് പെടൂലേ? ദഅവാ രംഗങ്ങൾ പെടൂലേ? കുടുംബരംഗത്തുള്ള ശ്രദ്ധകൾ പെടൂലേ? റബ്ബേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ ഇനി കിട്ടൂല, പിന്നെ ഒരു ജീവിതമല്ല. കാരണം നിന്നോട് ചോദിച്ചിട്ടല്ലത് തന്നത്. കളിക്കളത്തേക്ക് ഇറക്കി വിട്ടുക, കളിക്കുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലേ കയറ്റി വിടും, പിന്നെ ഇറക്കൂല. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു ചോദിക്കും അല്ലേ, കാരുണ്യവാനായ റബ്ബ് എന്താ പറയാ? ഇങ്ങനൊക്കെ കെഞ്ച സ്ഥിതിക്ക് ഞാൻ നന്നൊന്ന് തിരിച്ചുവിടാന്നാണോ? അല്ല. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഞാൻ നിനക്ക് ആയുസ് തന്നില്ലേ? 60 വയസ്സ് വരെ ജീവിച്ചില്ലേ? എത്ര വയസ്സായി അല്ലേ? അത്ര വയസ്സ് വരെ ജീവിച്ചില്ലേ? വജാഅകുമുൻ നദീർ, താക്കീതന്മാര് വന്നിരുന്നില്ലേ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താൻ? ഇതിന്റെ തഫ്സീറുകൾ വായിച്ചു നോക്കണേ. ഇത് സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ ആയത്താണ്. ഈ നദീറന്മാരിൽ ആരൊക്കെ പെടും? നിങ്ങൾ കൊറോണ പെടും. താക്കീതുകാരന. കൊറോണ വന്നിട്ട് ആൾക്കാരൊക്കെ കേട് നന്നായിക്കല്ല അല്ലേ? പള്ളിയൊക്കെ നിബിഡമായിരുന്ന പള്ളികളിലൊക്കെ ആളുകൾ കുറഞ്ഞു. നീ കാണുന്ന ആക്സിഡന്റുകൾ നദീറാണ്. നിന്നെ ബാധിക്കുന്ന രോഗങ്ങൾ നദീറാണ്. നിന്നിലേക്ക് വന്ന പ്രകാശത്തിൻ്റെ വിളക്കുമാടങ്ങളാകുന്ന അമ്പിയാക്കന്മാർ നദീറാണ്, ദാഇമാർ നദീറാണ്. ഇതൊക്കെ നിനക്ക് വന്നിരുന്നില്ലേ? ചിന്തിക്കാനും ആലോചിക്കാനും ടൈമും തന്നില്ലേ? സമയവും തന്നില്ലേ? അതുകൊണ്ട് ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു ഹെൽപ്പ് കൂടല്ല. അതുകൊണ്ട് ഫദൂഖൂ, ആസ്വദിച്ചോ എന്ന് പറയുന്നത്. ഇതാണ് ഇത്ര നരകവാസികൾക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന വാക്ക്, ഫദൂഖൂ. റബ്ബ് നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വരാനിരിക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരില്ലേ, ഒരു കാലത്ത് ആവേശത്തോടെ നന്മകൾ ചെയ്തിരുന്ന മനുഷ്യന്മാരാണ്. ഒരു കാലത്ത് നല്ല സജീവ ദാവാരംഗത്തൊക്കെ ഭയങ്കര ഓടി നടക്കുന്ന ആൾക്കാരാണ്. ഓലൊക്കെ പതൊക്കെ ഈ എന്താ പറയുക, എല്ലാം അവസാനിപ്പിച്ചിട്ട് മൂലക്ക് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം എന്താ പരിപാടി വെച്ചാൽ അത് ഏറ്റെടുത്ത ആൾക്കാരിങ്ങനെ കുറ്റം പറയാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടിട്ട് ഇങ്ങനെ നടക്കുക. നമ്മൾ പറയല്ലേ, ആ ചങ്ങായില്ലേ ഒരു കാലത്ത് ഭയങ്കര സജീവമായിരുന്നു, ഓനിപ്പോൾ എന്താ പരിപാടി? ഓന് പരലോകത്തുകളൊക്കെ ആയോ? അതല്ല, ഓൻ അന്ന് ചെയ്തൊക്കെ മോശമാണെന്ന് തോന്നിയോണ്ടാ മാറിയുന്നത് അല്ല. പിന്നെ പ്രശ്നങ്ങളാ. മോനെ എവിടെ പ്രശ്നമില്ലാത്തത്? അതിനുത്തരല്ല. പ്രശ്നം ഇപ്പം ഈ ദീനി രംഗത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടാവുന്ന എൻ്റെ നബി പറഞ്ഞിക്കണമെങ്കിലോ, പ്രശ്നം ഉണ്ടാകുന്ന മുത്തുനബി പറഞ്ഞിക്കണമെങ്കിലോ ഇറങ്ങാൻ തയ്യാറാണോ? നന്മകളിലേക്ക് സജീവാണോ? നെഞ്ചോളം താടിയുള്ളവർ അത് വടിച്ചു നടക്കുക, പർദ്ദയും നിഖാബും ഇട്ടവർ അത് ഊരിയിട്ട് വേറെ മോഡേൺ ഡ്രസ്സുകൾ ഇട്ട് നടക്കുക. എന്തേ? ദീന് വലിച്ചെറിഞ്ഞു. എന്നാലേ സീസൺ ഭക്തിക്കാരെ റബ്ബിന് ഇഷ്ടമല്ല. സീസൺ ഭക്തിക്കാരെ സൂറത്ത് ഹശ്ർ വായിച്ചു നോക്കിയിട്ടില്ല നിങ്ങൾ? അതിൻ്റെ 18-ാമത്തെ ആയത്തിൽ കാണാം, 2 പ്രാവശ്യമാണ് ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് വത്തഖുല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ടോളി എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹിനെ ഭയപ്പെട്ടോളി എന്നാണ്. എന്താ അല്ലാഹ് പറയണേ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നാളേക്ക് വേണ്ടി എന്താ എൻ്റെ ലഗേജിലുള്ളത്? ദുബായി പോകണ്ട്, UAE-ലൊന്ന് പോകണം, സൗദിയിലൊന്ന് പോകണം, ഇന്ന സ്ഥലത്തൊന്ന് പോകണം. ഭാര്യയോട് പറയും ലഗേജൊക്കെ ഒന്ന് പാക്ക് ചെയ്താൽ ബ്രഷ് അടക്കം വെക്കാൻ പറയും, ഡ്രസ്സ് അയൺ ചെയ്യാൻ പറയും
അല്ലേ? ഈ ഒരുക്കം പരലോകത്തേക്ക് ഉണ്ടായിക്കണോ ഈ പ്രായത്തിനിടക്ക്? നമുക്കെന്താ തോന്നുന്നത്? ഞാനിപ്പോഴൊന്നും മരിക്കൂല എന്നാണ് നമ്മളെ ധാരണ, ഇപ്പോഴൊന്നും ഇവിടുന്ന് പോകൂല എന്നാണ് നമ്മളെ ധാരണ. ആ ഒരു ചിന്തയാണ് പ്രശ്നം. റസൂലുള്ളാഹിന്റെ നിസ്കാരത്തെക്കുറിച്ച് സഹാബികൾ പറഞ്ഞെന്താ, അവിടുന്ന് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി നിന്നാല്, ശ്രദ്ധിക്ക്, ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി നിന്നാല് സഹാബികൾ പറയാണ് നബിൻ്റെ ലാസ്റ്റത്തെ നിസ്കാരമാണത്. കണ്ടാൽ അങ്ങനെയുള്ള തോന്നുക, അസ്ർ നിസ്കരിക്കണ എന്താ തോന്നുക, നബിൻ്റെ ലാസ്റ്റത്തെ അസ്ർ നിസ്കാരമാണോ? ഒരു വിടവാങ്ങൽ വ്യക്തി നിസ്കരിക്കേണ്ട പോലെയാണെന്നാണ്. ഈ ബോധം സംസാരിക്കണം എനിക്കൊക്കെ ഉണ്ടായോ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞെന്താ നിങ്ങൾ, യാദൃശ്ചികമായി നന്മ ചെയ്യുന്ന ആളായിരുന്നില്ല, അവസരം കിട്ടുമ്പോൾ ചെയ്യല്ല, അവസരം ഉണ്ടാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം ഉണ്ടാക്കും. കാന അമലുഹു ദീമാ, അവിടുന്ന് എന്ത് ചെയ്യുകയാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടു. അതുകൊണ്ട് നമ്മളോടും അവിടുന്ന് പറഞ്ഞു അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മകൾ ഏതാണ്? നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മകൾ അദ്വമുഹ, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അദ്വമുഹ വഇൻകല്ല, കുറച്ചാണെങ്കിലും അത് നിലനിർത്തിക്കൊണ്ടുപോവുക. കുറച്ച് ദിവസം സുബൈക്ക് പള്ളിയിൽ പോവുക, ഒരാഴ്ച കടന്നുറങ്ങുക, കുറച്ചു കാലം ദൈവത്തിന് ഭയങ്കര സജീവം, ഇനി റെസ്റ്റ്. അല്ലേ? എല്ലാ രംഗത്തും സജീവായിരുന്നു, കുറച്ചു കാലം നിർത്തിവെച്ചുകയാണ്. ഇല്ല, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അഹബ്ബുൽ അമാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മകൾ ഏതാ? അദ്വമുഹ, നിലനിർത്തിക്കൊണ്ടുള്ള നന്മയാണ്. നമ്മുടെ നബി അങ്ങനത്തെ ആളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അപ്പം നമ്മൾ ദൈനംദിനമായി നമ്മൾ ചെയ്തു പോകുന്ന നന്മകൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഖുതുബ ചുരുക്കുകയാണ്. ഒന്നെന്താ നിങ്ങൾ, നമുക്ക് ദിനേന ചെയ്യാൻ പറ്റിയ ദൈനംദിന നന്മകൾ കുറേ ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് വിഷയം. അതുപോലെ തന്നെ നമ്മൾക്ക് ആഴ്ചയിൽ കൃത്യമായി ചെയ്യാൻ പറ്റിയ കുറേ നന്മകളുണ്ട്. വർഷത്തിൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞ, നിലനിർത്തിക്കൊണ്ടുപോകാൻ പറഞ്ഞ നന്മകളുണ്ട്. ഇതിനോട് നമ്മൾ എങ്ങനെ എന്ന് ചിന്തിക്കണം. ഈ ഖുതുബ കഴിയുമ്പോഴേക്ക് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അത് നമ്മൾ പാഴാക്കി കളയുന്നവരാണോ? വീടിൻ്റെ വണ്ടിൻ്റെ ഇൻഷുറൻസ്, ടാക്സ്, വീടിൻ്റെ മറ്റേത് മറിച്ചത്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണില്ലേ? ആ കടലാസൊക്കെ നമ്മുടെ ലോക്കറിൽ ഓക്കെയാണല്ലോ. എന്നാൽ ആഴ്ചയിൽ മതപരമായൊരു മുസ്ലിം എന്ന നിലക്ക് ചെയ്യേണ്ട കുറേ പേപ്പേഴ്സ് വർക്ക് ഉണ്ട്, അത് ചെയ്യലുണ്ടോ? ദിനേന ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആഴ്ചക്ക് മുമ്പ് ദിനാണ്, അത് കഴിഞ്ഞിട്ടാണ് ആഴ്ച, പിന്നെ കൊല്ലത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിനോട് നമ്മൾ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഓഡിറ്റിംഗ്, ഒരു കൃത്യമായിട്ടുള്ളൊരു പരിശോധന നമുക്കുണ്ട്. നമ്മുടെ കടയുടെ വിഷയത്തിലും ദുനിയാവിൻ്റെ വിഷയത്തിലും എന്തൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകളാണ് അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ തരിക, ആഖിറത്തിലേക്കുള്ള ദിശ നിർണ്ണയിക്കുക. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേട്ട ബേജാറായിരുന്നു. ഏതായത്തരങ്ങൾ? യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ എന്നാണ്. ദുനിയാവിൻ്റെ എല്ലാം പഠിച്ചെടുത്തുക്കണം, ദുനിയാവിൻ്റെ പ്രത്യക്ഷമായതൊക്കെ പഠിച്ചെടുത്തുക്കണം. ഒരു ഫോണാണ് കൊടുത്തു നോക്കണം നിങ്ങൾ, അതിൻ്റെ 100 കൂട്ടം സെറ്റിങ്സിൽ ടപ്പറാണ് ചെയ്തുതരും. രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ പുതിയ ഹൈലൈറ്റ് വാർത്തകളൊക്കെ അപ്ഡേഷൻ അടക്കം പറഞ്ഞുതരും. എന്നാൽ ഈമാൻ കാര്യത്തെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ അപ്പം വരാൻ ചെറിയൊരു തിരക്കുണ്ട് അറിയും. നിസ്കാരത്തിൻ്റെ ഫർള് എത്ര മോനെ? അങ്ങനെ ഉണ്ടോ? സുന്നത്ത്, നിസ്കാരത്തിൻ്റെ റുക്കിന് ഷർത്ത്, ഈ റുക്കിനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം. അന്ന് മദ്രസ ഉസ്താദിൻ്റെയൊക്കെ ചന്തിക്ക് അടിയിട്ടിട്ട് പഠിച്ചൊരു വജ്ജത്തുണ്ട്, അതിന്മേൽ തന്നെ എപ്പോഴും ഉള്ളത് 50 കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റി പിടിച്ചോണം. ഈ ഒരു സെക്കൻഡിക്ക് തട്ടിയോ? മതം നമ്മളെ വിഷയമായോ? പരലോകം നമ്മളെ വിഷയമായോ? ഞാൻ ഈ പറയുന്നത് ഏത് ആക്ഷനിലാണ് രൂപത്തിൽ ഞങ്ങൾ നോക്കണ്ട, കാര്യത്തിന്റെ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കുക, നല്ലോണം ആലോചിക്കണം. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുർ റൂമിൽ അല്ലാഹു പറയാണ് ദുനിയാവ് ഓക്കെയാണ്. ബാക്കി എന്താ നിങ്ങൾ റൂമിലെ 7-ാമത്തെ ആയത്ത്, വഹും അനിൽ ആഖിറത്തിഹും ഗാഫിലൂൻ, പരലോകത്തെ വിഷയത്തിൽ ഒന്നും അറിയില്ല. നമ്മളെ നാട്ടിൽ ഭാഷ പറഞ്ഞ ഒരു ചൂക്കും അറിയില്ല. പരലോകത്തിൻ്റെ വിഷയം തൗഹീദ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, റബ്ബിൻ്റെ വിശേഷണങ്ങൾ, റബ്ബിൻ്റെ അസ്മാകൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ എത്രയെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് പറയാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ഷർത്തുണ്ടോ? എത്ര കുട്ടി പറയും? പറയൂ നിങ്ങൾ.
സ്വർഗത്തിന്റെ താക്കോലാണ് പല്ലാണെന്ന് പഠിപ്പിക്കപ്പെട്ട അഫ്ളലു ദിക്ർ എന്ന് പഠിപ്പിക്കപ്പെട്ട അതെ, ഞാനും എനിക്ക് മുമ്പ് വന്നവരും പറയപ്പെട്ട വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ആണിക്കലിനെ കുറിച്ച് എന്താ അറിയാം? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയ ഒരു ആഴ്ചയിലൊരു ജുമാ കിട്ടി അതെന്നെ ഖത്തീബ് ഒത്തു പറയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങായിരിക്കും. അപ്പം അതുമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ അബദ്ധസഞ്ചാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ 18 വയസ്സുകാരിയെ മോളെ കൊന്നത് നമ്മളെ ഈ ഉമ്മത്തിൽ അങ്കാട് കൂട്ടരെ ലഹരിക്കടിമയായിരുന്നല്ലോ. ആര് സമുദ്ധരിക്കും ഈ സമൂഹത്തെ? നിസ്കാരം നോമ്പുമായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോയി പള്ളി പൂട്ടിയിടണം നിങ്ങൾ പറയണേ? ഈ രംഗത്ത് സമൂഹത്തെ സമുദ്ധരിക്കേണ്ടെന്നാണ് പറയണത്. അപ്പോൾ പ്രവാചകന്മാർക്ക് ചെയ്ത പണി വെറുതെയാണോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. അവിടെയാണ് അള്ളാഹ് പറയുന്നത് പരലോകത്തെക്കുറിച്ചുള്ള പ്ലാനിങ് ഇല്ല. ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായ ജീവിതം നടത്തും. ദിനേന എന്നോ നമുക്ക് ചെയ്യാനുള്ള നന്മകൾ എന്താ? ഒന്നാമതായിട്ട് കൃത്യമായി നിലനിർത്തിക്കൊണ്ട നന്മകളിൽപ്പെട്ട ഒന്നാണ് സ്വലാ, നിസ്കാരം. ആ നിസ്കാരത്തിൽ തന്നെ കുറേ നന്മ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താ നിങ്ങൾ? പുരുഷൻ എന്ന നിലക്ക് നിർബന്ധമായി ഈ പള്ളിയിലെത്തിയിരിക്കണം. വീട്ടിൽ നിസ്കരിച്ച സ്വീകരിക്കൂല. ജമാഅത്തിന് പള്ളിയിൽ വരാത്തവരെ കഴിച്ചു കളയാൻ പറഞ്ഞ ഹദീസ് കാണണം. നിങ്ങൾക്ക് കമ്മിറ്റി മെമ്പർമാരൊക്കെ കത്തിക്കേണ്ടി വരും. ചിലപ്പോൾ പള്ളിയിൽ കയറൂല. ശരിയല്ലേ? സ്വന്തം ആലോചിക്കും. അടുത്ത പള്ളിയില്ലാത്ത പ്രശ്നം സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി വരുത്താണ് പ്രശ്നം. അല്ല, നല്ല സോഫ്റ്റായ കാർപ്പറ്റ് ഉണ്ട്. മുട്ട് വരുത്താതിരിക്കാൻ കാർപ്പറ്റ് ഉണ്ട്. ചൂടില്ലാതിരിക്കാൻ AC ഉണ്ട്, ഫാനുണ്ട്. സഞ്ചരിക്കാൻ നല്ലൊരു വണ്ടിയുണ്ട്. എന്താ പ്രശ്നം? പുതപ്പ് മാറ്റിയിട്ട് പൊന്തണില്ല. എന്നാ ഓനായിരിക്കും രാവിലെ 7 മണിക്കാണ് ജിമ്മിൽ ചെന്ന് ഡംബിൾ വെക്കണത്. ആ ഇമാം പോരാ. ഈമാൻ വേണ്ടത് പുതപ്പ് മാറ്റാനാ പള്ളിക്ക് വരാൻ. ആ ഇമാണ്ടോ? നല്ലോണം ആലോചിക്കും. ഇന്ന് മരിച്ചാൽ ഖബർ രക്ഷപ്പെടുമോ? നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ നിനക്ക് ഇടറാതെ പറയാൻ കഴിയുമോ റബ്ബി അല്ലാഹ് എന്ന്? കഴിയോ? മൻ ഇമാമുക എന്ന് ചോദിച്ചാൽ ഇമാമി അൽ ഖുർആൻ എന്ന ആർജവത്തോടെ മലായിക്കത്തുകളോട് പറയാൻ കുറച്ച് കനപ്പെട്ട് പറഞ്ഞെന്തറിയോ? 1.5 മണിക്കൂറിന് അപ്പുറത്ത് സംഭവിക്കും ചിലപ്പോൾ ഈ ചോദ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് ബെണ്ടൽ വിടല്ലേ മൗലവി, അല്ലെങ്കിൽ എഴുതി കാട്ടി. അങ്ങനെ സംഭവിക്കൂല. മരിച്ചു കഴിഞ്ഞാലേ വേഗം കൊണ്ടുപോയി മണ്ണ് കൊണ്ടേക്കാൻ നബി പറഞ്ഞിട്ടല്ലേ. സുന്നത്ത് അംഗീകരിക്കുന്ന ആൾക്കാരെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരാണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഒരാൾ വരാണ്ട്, അത്ര കാത്തിരിക്കണ്ട. കൊണ്ടുപോയി മറമാടിക്കോ. നല്ല മയ്യത്താണെങ്കിൽ സ്വർഗത്തേക്ക് എത്തിക്കുക, ചീത്ത മയ്യത്താണെങ്കിൽ ഭാരം ഒഴിവാക്കുക. രണ്ടും ഏതാ നമുക്കറിയില്ല. അതുകൊണ്ട് വേഗം കൊണ്ടുപോവാ. ഈ ബോഡി ഉണ്ടല്ലോ ഇത് മണ്ണിലേക്കുള്ളതാണ്, ഇത് ഖബറിലേക്കുള്ളതാണെന്നുള്ള ബോധം നമുക്ക് വേണ്ടതുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്താണ്? മൂസാ നബിയുടെ തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? അഖിമിസ് സ്വലാഹ് ലിദിക്രി. നിസ്കാരം നിലനിർത്തണം മൂസ, എന്നെ ഓർക്കാൻ. നിലനിർത്തണം എന്ന് പറഞ്ഞു. നിലനിർത്തണം. നമ്മളെന്താ പറയാ? ഞാൻ നിസ്കരിക്കണ്ടല്ലോ. നിസ്കരിക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ഓലേക്കാട് ഞാൻ എത്രയോ ഉഷാറല്ലേ, വീട്ടിന്നെങ്കിൽ വീട്ടിന്ന് എന്നൊക്കെ പറഞ്ഞ് ഫത്വ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലേ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്തെ പച്ച മുനാഫിക്കൾ ലിസ്റ്റ് ഇറങ്ങി. ഇന്ന് മുനാഫിക്കളുടെ പേര് ഓലടക്കം 5 നേരം പള്ളിക്ക് വന്നത് ഹദീസിലുണ്ട്. നമ്മളൊക്കെ നബിൻ്റെ കാലത്താണെങ്കിൽ എത്ര ആൾ മുനാഫിക്കൽ ലിസ്റ്റിൽ ഇങ്ങനെ ഉറക്ക വലിയ പേരിലിരിക്കും. ആരും മുനാഫിക്കാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ തന്നെ. ഇനി മാത്രമല്ല, എന്തിനാ നിസ്കാരം? തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ തമ്മാടത്തു നിന്നും മേച്ച പ്രവൃത്തിയിൽ നിന്നെ കാക്കും നിസ്കാരം. അതിനാ നിസ്കാരം. 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കരിക്കാൻ പറഞ്ഞതിനാ? നിന്റെ മുസ്ലിം സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് അവരോട് മാനസികമായ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ കൂടിയാണ് പള്ളിക്ക് വരാൻ പറഞ്ഞത് അല്ലേ? മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള 2 നിസ്കാരങ്ങളാണ് അത്രേ, ഇശാവും സുബഹിയും. അവർ പള്ളി കാണൂല. പള്ളിയിൽ കാണുന്നില്ലേ ആ സമയത്ത്? അപ്പ് എണ്ണിക്കോ മുനാഫിക്കാണ്. സുബഹിക്കും ഇശായിനും പള്ളിയിൽ വരുന്നില്ലേ? മുനാഫിക്കാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയം എന്നും ചെയ്യാനുള്ള ആ വിഷയത്തോട് നമ്മൾ എങ്ങനെ? അതുപോലെ സുബഹി ജമാഅത്തിന്റെ കാര്യം പറഞ്ഞില്ല, എപ്പോൾ പറഞ്ഞില്ല, നേരത്തെയും പറഞ്ഞു. ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ കുറിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂൽ ജീവിതത്തിൽ ഒഴിവാക്കാത്ത 2 സുന്നത്താണ്, എത്ര തിരക്കുള്ള യാത്രയാണെങ്കിലും. എന്താ ഹദീസിൽ വന്നാ നിങ്ങൾ? അശദ്ദു തആഹുദൻ മിൻ അലാ റക്അത്തി അൽ ഫജ്ർ. റസൂലുള്ളാഹി ഒരിക്കലും ഒഴിവാക്കാത്ത 2 റക്അത്ത് സുന്നത്ത്.
എന്താ അതിൻ്റെ കൂലി? സുബൈന് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചുള്ള കൂലി എന്താ? ലോകത്തുള്ള മുഴുവൻ അവർ ലഭിച്ചതുപോലെയാണെന്നാണ്. നമ്മൾ പറയും ഗേറ്റ് തന്നെ അടിപൊളിയാണ്, മതിൽ തന്നെ സൂപ്പറാണ്. അപ്പം വീട് എങ്ങനെ ഉണ്ടാവും? അതാണ് സുബൈ ജമാഅത്തിൻ്റെ സുന്നത്തിൻ്റെ കൂലി. അത് റസൂൽ അതിനോട് നമ്മളെങ്ങനെയാ? ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാ. അതുപോലെ എല്ലാ ദിവസവും നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് നിർബന്ധ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷം കുറേ എന്താ പറയുക സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്ത് എന്നതിന് പറയാം. അതിനോട് നമ്മളെങ്ങനെയാ? ഇതൊക്കെ നമുക്ക് എന്നും കൂലി കിട്ടുന്ന കാര്യങ്ങളായി പറയണത് അല്ലേ? പിന്നെ റസൂൽ പറഞ്ഞാണ് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം, നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും കൂലിയുള്ള നിസ്കാരം. നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും കൂലി കിട്ടുന്ന നിസ്കാരം ഏതാ? പറ്റുമെങ്കിൽ ആ ഖിയാമുൽ ലൈലത്ത് ഇശാഇന് ശേഷം നിസ്കരിക്കാം, പ്രശ്നമില്ല, കൂലി കിട്ടും. പക്ഷെ അതിൻ്റെ ഏറ്റവും കൂലി കിട്ടുന്ന ഉന്നതമായ സമയപ്പോഴാ സുബൈൻ്റെ 1 മണിക്കൂർ മുമ്പ് നീച്ചോ. അപ്പം ആ നിസ്കാരത്തിൻ്റെ പേര് ഖിയാമുൽ ലൈൽ നിന്ന് മാറിയിട്ട് തഹജ്ജുദ് എന്നാവും. പൊട്ടിക്കരഞ്ഞോ സുജൂദ് കിടന്നിട്ട് എല്ലാ റബ്ബ് ശരിയാക്കി തിരക്ക്. റബ്ബ് 1-ാം ആകാശത്തുള്ള സമയമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം ആകാശത്തുള്ള സമയമാണ്. എന്തിനാണ് റസൂലുള്ളാഹി അത് നിർബന്ധമാക്കിയത്? മക്കത്ത് ദഅവത്തിൻ്റെ രംഗത്ത് ഇറങ്ങുമ്പോൾ നബി തങ്ങളെ നിങ്ങൾക്കത് നിർബന്ധമായി ചെയ്തോ, പിടിച്ചിക്കണിയാ നിസ്കാരം വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ഈ ദുനിയാവിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. അറ്റാക്കായി മരിച്ചു പോവുക മനുഷ്യന്മാരിങ്ങനെ. എന്താ കാരണം? താങ്ങണില്ലതൊന്നും. അറ്റാക്കാവൂല, നെഞ്ച് പിടയൂല, തകർന്നു പോകൂല. തഹജ്ജുദിൻ്റെ അടുക്കലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക നന്മയല്ലേ? നിലനിർത്താൻ പറ്റിയ നന്മയല്ലേ? വിശുദ്ധ ഖുർആൻ പാരായണം. എത്ര കാലമായി ഖുർആൻ ഒന്ന് നിവർത്തി മറിച്ച് ഓതിയിട്ട് പറ, മനസ്സിനോട് ചോദിക്ക്, ആർക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഈ ഖുർആൻ? മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന് മുമ്പിൽ ഓതാൻ വേണ്ടി മാത്രം നിർത്തുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ മുമ്പ് മനസ്സിരുത്തി ഒന്ന് ഖുർആൻ ഓതി തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? നല്ലോണം ആലോചിച്ചു. പ്രഭാത പ്രദോഷ അദ്കാറുകൾ ഇന്ന് എത്രയാണ് ചൊല്ലി? രാവിലത്തെ ദിക്ർ 18ഓളം ദിക്ർ നിനക്ക് പലതും ആവർത്തിച്ച് പലതവണ ചൊല്ലാനുള്ള അദ്കാറുണ്ട്. ചൊല്ലിയോ? എന്നിട്ട് പറയാ ഈ ഒരു സമാധാനമില്ല ഉസ്താദേ, ഭയങ്കര ടെൻഷനാ. ടെൻഷൻ ഇല്ലാതിരിക്കുമോ? ചെയ്യേണ്ടതൊന്നും ചെയ്യില്ല. നല്ല BMW കാർ കിട്ടി, C ക്ലാസ് ബെൻസ് കിട്ടി, എന്നിട്ട് അതിലൂടെ കയറിയിട്ട് ഓടിക്കാൻ അറിയില്ല. എന്തിനാ ബെൻസ് അല്ലേ? ഇത്ര നല്ല ദീന് കിട്ടിയിട്ട് അതനുസരിച്ച് ജീവിക്കണില്ലെങ്കിൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടുക? നല്ലോണം ആലോചിക്കുക, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അതുപോലെ തന്നെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകൾ നമുക്ക് എന്നും ചെയ്യാൻ പറ്റും. രാത്രി കിടക്കുമ്പോഴുള്ള സുന്നത്തുകൾ എത്തരണ. മോനെ ഒളു ചെയ്യടാ, മോളെ ഒളു ചെയ്യടി. റസൂൽ പറഞ്ഞിട്ടില്ലേ നിസ്കാരത്തിന് ഒളു ചെയ്യണ പോലെ ഒളു ചെയ്യാൻ പറഞ്ഞില്ലേ? എത്ര ആൾ ചെയ്യാറുണ്ട്? ഉറങ്ങണത് എങ്ങനെയാ? നെഞ്ചത്തേക്ക് ഫോൺ അങ്ങോട്ട് വീണിട്ടാണ് ഉറങ്ങുക അല്ലേ? അലാം ക്ലോക്ക് ഓണാക്കി തലക്കിൻ്റെ ഒടുക്ക് വെച്ച് മാറ്റി ഒറ്റ ഉറക്കം. അദ്കാറുണ്ടോ? ഖുർആൻ പാരായണുണ്ടോ? ഇല്ല. അതിൽ അത് പിടിച്ചാലോ? ആ കിടത്തത്തിൽ റബ്ബങ്ങ് പിടിച്ചാലോ? എന്തിനാ എല്ലാ ദിവസവും ഒതുവെടുത്ത് ബ്രഷ് ചെയ്ത് പ്രാർത്ഥിച്ച് കയ്യിലൊക്കെ ഊതി തടവി അല്ലേ? കുൽഹുവല്ല, കുലറബിൽ ഫലക്ക്, കുലറബിന്നാസ് ഇതൊക്കെ ഊതി തടവാൻ പറഞ്ഞത് എന്തിനാ? വലതു ഭാഗം ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞത് എന്തിനാ? ഇനി ആ രാത്രിയിൽ നിന്റെ റൂഹിനെ റബ്ബങ്ങ് തിരിച്ചു തരാത്ത രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ റബ്ബിലേക്ക് ശുദ്ധിയോ മരണത്തിനുള്ള പ്രാക്ടീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം ഉറക്കം പകുതി മരണ. ആ മരണത്തിലുള്ള ഒരുക്കത്തിൻ്റെ പ്രാക്ടീസാണ് അത്രത് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ പ്രധാനം. ചെയ്യലുണ്ടോ സഹോദരങ്ങളെ? ഇതിനേക്കാൾ വലിയ ലഹരിയില്ല. ഇസ്ലാമിന് സുന്നത്തുകളനുസരിച്ച് ജീവിക്കണേക്കാൾ വലിയ ലഹരിയും നല്ല ആസ്വാദനവും വേറല്ല. അത് ആസ്വദിക്കുന്നതോടും കൂടി ചോദിച്ചു നോക്കുകയാണ്. എടാ ഇത്ര പ്രായമായിട്ടുള്ള അപ്പോഴേക്ക് നെരിയാണിൻ്റെ മേലെ പേൻ ഐഷ് എൻ്റെ ഒരു താടി അല്ലേ? ആരെയാണ് ഈ കളിയാക്കണത്? ഈ കളിയാക്കണമെന്ന് ഓൽക്ക് ഇഷ്ടമില്ല. കാരണം എന്താ? ഓല അതുകൊണ്ട് ആസ്വദിക്കുന്നൊരു സുഖമുണ്ട്. അതാ പറയണമെന്നറിയില്ല. ഓൻ കിണറ്റിലെ താളയാണ്. ഓന് ദീനിൻ്റെ സുഖങ്ങൾ അറിയുന്നില്ല. ഓൻ ഈ ദുനിയാവിൻ്റെ സുഖങ്ങളിലൂടെ, ആർഭാടങ്ങളിലൂടെ, അടിച്ചുപൊളികളിലൂടെ, ക്ലബ്ബുകളിലൂടെ, ട്രിപ്പുകളിലൂടെ കറങ്ങുകയാണ് അല്ലേ? നിങ്ങൾ ചോദിക്കുക, ദീനനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ സുഖം എന്താണ് എന്ന്. വസ്ത്രം ധരിക്കുന്നവരല്ലേ? എന്താ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് കൂലിയിട്ടാൻ വേണ്ടി പറഞ്ഞത്? അൽഹംദുലില്ലാഹി ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. റബ്ബേ, നിന്റെ കഴിവോ ശക്തിയോ കൂടാതെ അല്ലേ, എൻ്റെ കഴിവോ ശക്തിയോ കൂടാതെ എന്നെ ഇത് ധരിപ്പിച്ച റബ്ബേ നിനക്കാകുന്ന സ്തുതി. അത് ചൊല്ലി ധരിച്ചുള്ള കൂലി എന്താ? അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന. നമ്മൾ ശരിയുണ്ടോ? ചെയ്യലുണ്ടോ? വലത്തെ കൈ കൂടി ഡ്രസ്സ് ധരിക്ക്, ഊരുമ്പോൾ ഇടത്തെ കൈ കൂടി ഊര്. ഇതൊക്കെ സുന്നത്തല്ലേ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യം വലത്തേക്കാല് ധരിക്ക്, ഊരുമ്പോൾ ലാസ്റ്റ് വലത്തേക്കാല്, ആദ്യം ഇടത്തേക്കാല്. അതൊക്കെ സുന്നത്താ. എത്ര കൂലികളാണ് അഫലത്ത് കൊണ്ട്, അശ്രദ്ധ കൊണ്ട്
നമ്മൾ നഷ്ടപ്പെടുത്തി കളയണം. ഇതൊക്കെ ഞാൻ പറയുന്നതിനറിയോ, ആ വിലാപങ്ങളിലൊക്കെ എന്താ വന്നത്? നന്മ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ അതിൽ പെടൂലേ? ഇനി ആഴ്ചയിലെ പ്ലാനിങ്ങുകൾ പെട്ടെന്ന് നോക്കിയാൽ ആഴ്ചയിൽ ഏറ്റവും കൂലി കിട്ടുന്ന വിശ്വാസിയുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ പള്ളിയിലെത്തി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വിശ്വാസിയുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞെന്താ? അടുത്ത ജുമ വരെയുള്ള പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന. ജുമയ്ക്ക് ശേഷമുള്ള 6 റക്അത്ത് സുന്നത്തുണ്ടെന്ന പണ്ഡിതന്മാർ. 6 റക്അത്ത്. അത് ഇനി വീട്ടിൽ പോയി നിസ്കരിക്കേണ്ടത് 2 പറ്റുള്ളൂ, 4 നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പള്ളിയിൽ നിന്ന് വെച്ച് നിസ്കരിക്കണോ 6 വരെ പോകാം, ഏറ്റവും ചുരുങ്ങിയത് 2. ഇതൊക്കെ നമ്മൾ ചെയ്യലുണ്ടോ? ജുമ കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടുന്ന ആൾക്കാരുണ്ട്. എങ്ങോട്ട് ഓടാം? ദുനിയാവിലേക്ക്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അതിശോക്തി ഉണ്ടെങ്കിൽ പറയും. ഇങ്ങനെ തന്നെയല്ലേ? ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, വെള്ളിയാഴ്ച നേടിയെടുക്കാൻ പറ്റിയൊരു സുന്നത്താണ് നേരത്തെ പള്ളിക്ക് വരിക. ഇന്ന് എത്ര ആൾക്ക് വരാൻ പറ്റിയിട്ടുണ്ട്? എത്തിയതപ്പോഴാ ഹത്തീബ് ഉസ്താദ് ഇങ്ങനെ അന്തുസലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ കയറി വരും. എന്താ ജുമാക്ക് പോയി എന്ന് പറയണ്ട, ലൊഹറിന് പോയി എന്ന് പറഞ്ഞാൽ മതി. കറവലക്ക് ജുമാൻ്റെ കൂലിയില്ല. ക്ഷമിക്കണം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിതിനെ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹിൻ്റെ റസൂൽ പറയണം, നേരത്തെ എത്തിയാൽ അവൻ്റെ കൂലിയെക്കുറിച്ച് പറ, ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത കൂലിയാണ് ആദ്യം പള്ളിക്ക് വന്നാൽ. ഇന്നിവിടെ ആദ്യം ആരെ എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും, ഖത്തീബ് ഉസ്താദ് നിങ്ങൾ ലാസ്റ്റാണല്ലോ കയറിയല്ലേ. അതാണ് സുന്നത്ത്. അതാണ് സുന്നത്ത്. ഖത്തീബ് മിമ്പറിൽ പ്രത്യക്ഷപ്പെടൽ, അതിൻ്റെ അടിയിൽ ആർക്കാറില്ല സമയം മിമ്പർ അവിടെ കയറുക, അതാണ് അവിടെ സുന്നത്ത്. നിങ്ങൾക്ക് അങ്ങനെ വരാനോ പോതി? നിങ്ങൾ ഖത്തീബായിക്കോളി. അതല്ല, നിങ്ങൾ സാമഈങ്ങളാണോ മുഖാത്തബുകളാണോ? നേരത്തെ വരണം. ഫസ്റ്റ് ഒന്നും ചിലപ്പോൾ വരാൻ കഴിഞ്ഞോണമെന്നല്ല. ഫസ്റ്റ് വന്നെന്ന് ആരാ എനിക്കറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ ആരാണെങ്കിലും. കേട്ടോ, ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലരും ഇവിടെ നേരത്തെ വരലുണ്ട്. 2ാമത് വന്ന ആൾക്കുള്ള കൂലി എന്താ പറയുക? ഒരു പശുവിനെ അറുത്ത് വിതരണം ചെയ്ത കൂലിയാണ് 2ാം റാങ്ക്. 3ാം റാങ്കരെ കുറിച്ച് പറഞ്ഞെന്താ? അതെ, മുട്ടനാടിന് ബലി നൽകിയതിന്റെ കൂലി. ഒരാടിനെ ചെന്ന് വില വെച്ച് നോക്കി നിങ്ങൾ, നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പം ഇതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. പിന്നെ പറഞ്ഞെന്താ അറിയോ? പിന്നെ വരുന്നവന്, 4ാമത് വരുന്നവന് കോഴി അറുത്ത് കൊടുത്ത കൂലിയാ അല്ലേ? പിന്നെ വന്നവന് മുട്ട കൊടുത്ത കൂലിയാണ് അല്ലേ? പിന്നീട് റസൂൽ പറഞ്ഞെന്താ അറിയോ? ഇദാ ഖറജൽ ഇമാം, ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഇമാം പുറപ്പെട്ടാൽ, ഇദാ അൽ ഹദറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ, ഖുതുബ കേൾക്കാൻ മലക്കുകൾ ഇരിക്കുന്നവർ. പിന്നെ പേരെഴുതാൻ ഓലെ കിട്ടൂല. ഇമ്പറുമ്പ ഇമാം കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പള്ളിയിലെത്തണം. അപ്പോൾ അടുത്ത ആഴ്ച ചിന്തിക്കാനും നേരത്തെ വരാനും, എപ്പോഴാണോ കടയിൽ നിന്ന് ഇറങ്ങല്, ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങല്, കുറച്ച് നേരത്തെ. യാത്രക്കാരെ കുറിച്ച് ഞാൻ പറയണില്ല, ഓൾക്ക് അള്ളാഹുവിന് ഉദറുണ്ട്. പക്ഷേ ഈ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരത്തെ എത്താൻ മടിയാണെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ചയിലെ നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള പ്രത്യേക കൂലി നമുക്ക് ആഴ്ചയിൽ കിട്ടുന്നൊരു കൂലിയാണ്, അതെല്ലാ ദിവസവും കിട്ടൂല. ആ പ്രത്യേക കൂലി പ്രത്യേകം പഠിപ്പിച്ചതാണ്.